പ്രത്യേകമായിട്ടുള്ള ഒരു വൈബുള്ള സ്ഥലത്ത് ഞാൻ വന്നിരിക്കുകയാണ് കേട്ടോ. അപ്പൊ ഇതാണ് നമ്മുടെ മുതലേട്ടാ, നമ്മളിവനെ തൃശ്ശൂർക്കാരനാക്കാൻ പോവാണ്. ഞാൻ ഈ നാട്ടുകാരനല്ല. തൃശ്ശൂരിന്റെ മണമല്ലല്ലോ, പാലക്കാടിന്റെ മണം. പല്ല് തെറിച്ചു പോയോ നോക്കട്ടെ. ഒരു പോക്ക് പാമ്പ് അതായത് പെട്ടുന്നുണ്ട് കടിച്ചെറിയ. എന്താണ് അതിനെ ഇങ്ങനെ പുകഴ്ത്തുന്നത് കേൾക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. എനിക്ക് ഇഷ്ടമാണോ? എനിക്ക് ഭയങ്കര ഇഷ്ടം. സമയം എത്രയെന്ന വിചാരം. മിക്ക സാധനം വേണ്ട. പ്രിയപ്പെട്ടവരെ നമസ്കാരം. കുറച്ചാൾക്ക് മുമ്പേ നമുക്കൊരു സബ്സ്ക്രൈബർ ഫോൺ വന്നു. ആളെ വീട്ടിൽ ഒരു പട്ടിക്കുട്ടി വന്നിട്ടുണ്ടെന്ന്. അപ്പോൾ ആളാണെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് യാത്ര പോകുന്നതാണ്. അപ്പോൾ ഈ പട്ടിക്കുട്ടീനെ വേറെ ആളുകളെ ഏൽപ്പിച്ച് പോകാനും പറ്റില്ല. അപ്പോൾ അങ്ങനെ നമ്മൾ പാലക്കാട് പട്ടാമ്പി കൂറ്റനാടില്ലേ അവിടേക്ക് പോകണം കേട്ടോ. യാത്ര മധ്യേ ഇങ്ങനത്തെ ഒരു സ്ഥലം കണ്ടപ്പോൾ റബ്ബർ തോട്ടം, പൊടിമണ്ണും ഈ സൈഡിലൊക്കെ ഒരു മന, അങ്ങനെ ഒരു പ്രത്യേകമായിട്ടുള്ളൊരു വൈബുള്ള സ്ഥലത്ത് ഞാൻ വന്നിരിക്കുകയാണ് കേട്ടോ. അപ്പം നമ്മുടെ വീട്ടിലും ഈ കാമറയും ലോറയും പട്ടികളൊക്കെ ആൾ കാണുന്നുണ്ട്. അപ്പം ആള് അതുകൊണ്ടാണ് നമ്മളെ വിളിച്ചത്. ആ പട്ടിക്കുട്ടീനെ ഏറ്റെടുക്കാനായിട്ട് ഉള്ള അങ്ങനെ നോക്കുന്ന വല്ല സംഘടനകൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമ്മളോടൊന്ന് പറയാം ഉണ്ടോ ചോദിക്കാൻ വേണ്ടിയിട്ടാണ് വിളിച്ചത്. അപ്പൊ ചേട്ടൻ പറഞ്ഞു ഞങ്ങൾ തന്നെ കൊണ്ടുവരാമെന്ന് പറഞ്ഞു. അങ്ങനെ പറഞ്ഞിട്ടാണ് നമ്മളിപ്പോ വന്നേക്കണേട്ടാ. നമ്മൾ അങ്ങോട്ട് പോവാണ്. പോണ വഴിക്ക് ഇങ്ങനത്തെ ഒരു മണ്ണ് റോഡും അങ്ങനെയൊക്കെ ആയപ്പോ ഇങ്ങനെ കരിങ്കല്ലോണ്ടൊക്കെ കെട്ടി ആകെ പൊടി പിടിച്ചിട്ടാണ്. പൊടി പിടിച്ച് ഇവിടെയൊക്കെ നല്ല കണ്ടമാനം മരങ്ങൾ ഇങ്ങനെ താഴത്തോട്ട് ഇങ്ങനെ ഇറക്കിറക്കി പോയിക്കൊണ്ടിരിക്കുന്നുണ്ടാ. ഈ വശത്ത് കുറെ മനകളൊക്കെ ഉണ്ട് കേട്ടാ, ഷൂട്ടിങ്ങിനൊക്കെ കൊടുക്കണത്. ചിലവര് ഷൂട്ടിങ്ങിന് സമ്മതിക്കില്ല, ചിലവർക്ക് ഷൂട്ടിങ്ങിന് നല്ല പൈസ റെന്റ് കെട്ടിവെക്കണം, അങ്ങനെയൊക്കെയാണ് കടത്തുള്ളൂ. അപ്പൊ ഞങ്ങളിപ്പോ എന്തായാലും അവിടേക്ക് പോവാണ്, പട്ടിക്കുട്ടിയുടെ അവിടേക്ക് പോവാണ്. ആ സ്ഥലം എവിടെയാ എന്തൊരു പേര്? കൂറ്റനാട്. അങ്ങോട്ട് പോവാണ്. കാർ അവിടെ ഇട്ടോക്കെ ഞാൻ വെറുതെ ഇതില് കണ്ടപ്പോ ഇങ്ങനെ നടക്കാനെടുത്ത് അല്ല, ഇപ്പൊ ഇങ്ങനത്തെ മണ്ണ് റോഡൊന്നും എവിടെയും കാണാനില്ലല്ലോ. അപ്പൊ അതുകൊണ്ട് എന്നിട്ട് പറഞ്ഞു എന്നിട്ടോ വൃത്തികെട്ട തെറിയ പറഞ്ഞെന്ന് തോന്നുന്നു. വാ പോവാ. അപ്പൊ നമ്മള് ഇവിടെ വീട്ടിലെത്തിയിട്ടാ. ഇതാണ് നമ്മുടെ മുതല് ജഗു സരിന് കളിപ്പിക്കാൻ തുടങ്ങി. കളറ് ചെറിയ മാറ്റം വന്നു. നല്ല വെള്ളയായിരുന്നു അല്ലേ? ഫോട്ടോയില് വെള്ളയാ. ആ കഴുത്തിൽ കാണുന്ന കളർ തന്നെയായിരുന്നു. ഇപ്പൊ ആള് കണ്ടു കഴിഞ്ഞാലും ഉണ്ണി ബിസ്ക്കറ്റ് എടുത്തിട്ട് വന്ന് ഇത് ഇഷ്ടപ്പെട്ടു. കഴിക്കണ്ട്. ഇത് പട്ടികൾക്ക് കൊടുക്കണതാ, അവിടെ അവിടെയുള്ളവർക്ക് കൊടുക്കണതേ എടുത്തിട്ട് വന്നതാ. ഇഷ്ടായാ? അപ്പൊ ഇതാണ് നമ്മുടെ മുതലേട്ടാ. നമ്മളിവനെ തൃശ്ശൂർക്കാരനാക്കാൻ പോവാണ്. പാലക്കാടുകാരൻ തൃശ്ശൂർക്കാരനാവാൻ പോവാണ്. സമാധാനം അയാൾക്ക്. അപ്പൊ നമ്മള് തൃശ്ശൂർക്കാരനാവാൻ പോവാണ് കേട്ടാ. അല്ല നേരങ്ങളതിന്റെ അഴുന്നോട്ടെ. കയറായിരുന്നുള്ളൂ. ഒരു ചിരട് ഇങ്ങനെ കെട്ടാൻ ഉണ്ടെങ്കിൽ നന്നായിരുന്നു. അതിലൊക്കാവില്ല. അപ്പൊ അടിപൊളി. ആളെ കൊണ്ട് പോകട്ടെ ഞങ്ങള്. സമയം ചിട്ടുണ്ടാച്ചിട്ടുണ്ടേ അവിടെ ഇരുന്നോളൂ. ആള് കുഴപ്പമുണ്ടാവില്ല. നമുക്ക് കാറിലേക്ക് കയറ്റാ. അപ്പൊ നമ്മള് കാറിലേക്ക് വെക്കുന്നു കേട്ടാ. അങ്ങനെ നമ്മൾ പട്ടിക്കുട്ടീനെയും കൊണ്ട് ഇവിടേക്ക് എത്തി, നമ്മുടെ വീട്ടിലേക്ക് എത്തിയിട്ടാ. അപ്പൊ അവിടെ വെച്ചിട്ട് കുറെ ബിസ്ക്കറ്റ് കൊടുത്തിട്ടുണ്ടായിരുന്നു. അത് മുഴുവൻ ആളിങ്ങനെ എന്താ പറയാ, അതായത് ഫുഡ് കഴിക്കുമ്പോഴല്ല, യാത്ര ചെയ്യുമ്പോൾ ഛർദിക്കുന്ന ആൾക്കാരുണ്ടല്ലോ, അതുപോലെ ഞാൻ തോന്നുന്നുണ്ട്. ആളാകെ പേടിച്ച് വെറുങ്ങലിച്ചിട്ടാണ് ഇരിക്കണേ. അയ്യോ, അതുമല്ലൊക്കെ നിറച്ചിട്ടുണ്ട്. അയ്യോ, അതൂരല്ല. അത് ഊരി കഴിഞ്ഞാൽ അത് ഓടിക്കഴിഞ്ഞാൽ നമുക്ക് പിടിക്കാൻ കിട്ടില്ല. ആവശ്യമില്ലാത്ത പണിക്ക് പോണ്ട. അത് ഊരണ്ട ചേട്ടാ, അത് ഊരണ്ട ചേട്ടാ. ക്യാമറ വല്ലവരും വന്നു കഴിഞ്ഞാൽ അത് ഓടും. അതിന് കിട്ടില്ല. അതൊക്കെ ഞാൻ നോക്കിട്ട് പേരിട്ടിട്ടില്ലേടാ നമ്മള്. അംബ്രോസ് വരുന്നുണ്ട്. അംബ്രോസ് അന്നൊരു ഒരു ചിരട്ട എടുത്തോണ്ട് കിട്ടിയില്ലേ? ആ ചട്ടകൾ മാറ്റി കിട്ടും. ചട്ടകൾ മാറ്റി ആ കാലിന്റെ ഇറക്കിയൊക്കെ ഇരിക്കുന്നില്ലേ?
അതോടിപ്പോയി പേടിച്ച് കുറച്ച് ഇത് കുറച്ചിപ്പോ ആള് ഞാൻ ഈ നാട്ടുകാരനല്ല അംബ്രോസ് പോണു. അംബ്രോസ് പ്രായ ഈ രോമങ്ങളൊക്കെ എനിക്ക് വീട് മാറിപ്പോയി തോന്നുന്നു. ഇത് ചങ്ങല കൊണ്ടിട്ടാ, ഇത് കാമ്പ്രീരി ചങ്ങലയാണ്. മറ്റേ ഞങ്ങളെ കൊള്ളാക്കി വിറക്കണോക്കിയത് പേടിച്ചിട്ടാ. ഏയ് വരൂ, കമോൺ വിറക്കണോക്കി കിടന്നിട്ട് കമോൺ ഗൈസ്. താൽക്കാലികമായിട്ട് ഇവിടെ കിടന്നോട്ടെ, അവിടെ വെച്ചോ. ഇനി നമുക്ക് എന്തേ കൈമലായ വിറക്കണോക്ക് പാവം. റിലാക്സ് റിലാക്സ് കുട്ടി റിലാക്സ്. അപ്പൊ ആൾക്ക് കുഴപ്പമില്ലാന്ന് മനസ്സിലായില്ലേ? വരട്ടെ, കാമറ വരട്ടെ, എന്നിട്ട് തീരുമാനിക്കാം. എന്റെ പുതിയ ബടൻ അയ്യേ, എന്റെ പാന്റ് പിടിക്കുക ആകെ ഇതാക്കി. ആദ്യം കുളിപ്പിക്കണം, ഇപ്പൊ പാന്റ് കഴുകണം. നമ്മുടെ ലോറ നമ്മുടെ പുതിയ പട്ടിക്കുട്ടിയായിട്ട് വലിയ കുഴപ്പമില്ല. പക്ഷെ എന്നാലും പ്രശ്നമാണ്. കാമറി എങ്ങനെ പ്രതികരിക്കുന്ന ആലോചിച്ചിട്ടാണ് ഞങ്ങൾക്ക് പേടി. കാമറയാണ് ഇവിടെ, ഇതേ വരുന്നുണ്ട് അവള്, എന്തും സംഭവിക്കാം. കാമറി കണ്ടിട്ടില്ല ചേട്ടാ. കാമറി സുന്ദരി ഇപ്പൊ കണ്ടു. അയ്യോ കാമറിനോ, കാമറി ഒന്നും ചെയ്യരുത്. നിന്റെ ദത്തുപുത്രനാണ്, വളർത്തുപുത്രൻ. നിനക്കുമില്ലേ ഒരു മാതൃഹൃദയം? തുടരുത്, കളിക്കാനുള്ളതാ. വൈകുന്നേരം കളിക്കാം എല്ലാവരും കൂടി. നിങ്ങൾക്ക് വയസ്സാകാലത്ത് ഡിപ്രഷൻ ആവണേന് ഡിപ്രഷൻ മാറ്റാൻ വേണ്ടി കൊണ്ടുവന്നിട്ടുള്ളതാണ്. ഓമനിച്ച് സ്നേഹത്തോടു കൂടി വളർത്തു. ലോറ അതിന്റെ മൂത്രമൊക്കെ പോണു പാവം. കാമറി പാവം. കാമറിനോ, കാമറിയുടെ വായെന്നും ലോറയുടെ വായെന്നൊക്കെ വെള്ളം ഒലിക്കണ്. എന്തുകൊണ്ടാ? ഞങ്ങളൊരു പേര്, പറ്റിയ പേര് ആലോചിച്ചോണ്ടിരിക്കുന്നത്. അബിന്നിട്ടാ മതിയാ? ലിയോ. അബി സജസ്റ്റ് ചെയ്ത പേരാണ് ലിയോ എന്ന്. അവർ തമ്മിൽ രണ്ടുപേരും ചർച്ച ചെയ്യാൻ പോയി. പുതിയൊരാളെത്തിയിരിക്കുന്നു. നമ്മുടെ സ്ഥാനം ഇവിടെ നഷ്ടപ്പെടുമോ? എന്തെങ്കിലും ഒരു തീരുമാനം ഉടനെ കൈക്കൊള്ളേണ്ടിയിരിക്കുന്നു. മുത്തേ, ഇതിനൊരു പേരിടുന്ന. പേരിട്ടാലേ ലീനെ വിളിച്ച് ചാർലി തന്നെ മതിയാ? മതിയാ? എന്നുവെച്ചാ ചാർലി ഫൈനലൈസ് ചെയ്തു. ചാർലി ഇത് കാമറിക്ക്, ഇത് ചാർലിക്ക്. ചാർലി തിന്നടാ. ചാർലി എന്നെ പേടിച്ച് വെറുങ്ങലിച്ചിട്ടിരിക്കും. ഇപ്പൊ ബിസ്ക്കറ്റും വേണ്ട, ഒന്നും വേണ്ട. നടിയിലോറ ടൈസൺ എവിടെ? ടൈസൺ ചിലപ്പോൾ ഇണങ്ങും വേണമെങ്കിൽ വേഗം. ടൈസൺ എല്ലാവരായിട്ട് വേഗം ഇണങ്ങണതാ. ടൈസൺ എവിടെ പോയി? മറ്റേ പുറത്തൊരുന്നില്ലേ ടിപ്പ്, ഏതാണ് അതിന്റെ പേര്? എന്നിട്ട് ടിപ്പുവാ. ഇന്നടി ഇന്നടാ ചാർലി തിന്നടാ. മനുഷ്യന് ഇവിടെ ജീവൻ പോവാറായിട്ടിരിക്കുമ്പോഴാണ് നമ്മളോട് നീങ്ങി പോയി കഴിഞ്ഞാൽ കടിച്ചു കൊല്ലുവോ എന്നെ? അയ്യോ, അത് പേടിച്ചിട്ടിരിക്കണോക്കിയേ. എൻ്റെ അടുത്ത് ഈ വന്നാലേ എൻ്റെ സ്വഭാവം അറിയില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ആളിരിക്കണ്. കാമറ തിരിച്ചണേ നോക്കാം. മണത്ത് പരിചയമാവാൻ വേണ്ടിയിട്ടാവും. തൃശ്ശൂരിൻ്റെ മണമല്ലല്ലോ, പാലക്കാടിൻ്റെ മണം. ടൈസൺ വരുന്നുണ്ട്. ടൈസൺ പെട്ടെന്ന് ഇണങ്ങും. ആരെയും ഉപദ്രവിക്കുന്ന ആളല്ല. ടൈസൺ എങ്ങനെയാണ് ചാർലീനെ കാണുമ്പോൾ പ്രതികരിക്കുന്നതെന്ന് നോക്കാം. ദൈവമേ, ചാർലീനെ നല്ല ജീവൻ പോയിട്ടിരിക്കണം കേട്ടാ. 3 പേരാണ്, എന്തു സംഭവിക്കാം. ടൈസന് കുഴപ്പമൊന്നുമില്ല. ടൈസൺ പുതിയൊരു കുഞ്ഞനിയനെ കിട്ടിയെന്നുള്ള പോലെയാണ്.
ജഗു നീ നിന്ന് അവിടെ ജഗു നീ നിന്ന് അംബ്രോസ് ഇത് കുറച്ചപ്പോ അംബ്രോസ് ഓടിപ്പോയി. അങ്ങനെ നമ്മുടെ നായ്ക്കുട്ടിക്ക് നമ്മള് പേരിട്ടു, ചാർലി എന്നാണ് പേരിട്ട്. ചാർലി ഇട്ട പേരല്ല, അവിടെ നേയുള്ള പേരാണത്. ആ ചാർലി എന്നാണ് അവിടുത്തെ പേര്. ആള് വിളിച്ചോടുന്നത് ചാർലി എന്നാണ്. അപ്പൊ ഇതിന്റെ ചാർലി എന്ന് വിളിക്കുമ്പോ നമ്മളെ നോക്കണ്ട് ഓടി വരുന്നുണ്ട്. അപ്പൊ പിന്നെ ഇനി പേര് മാറ്റിയിട്ട് ഇതിനെ കൺഫ്യൂഷൻ അടുപ്പിക്കണ്ടെന്ന് വെച്ചു. ചേട്ടൻ തൊട്ട് പേരിടണം വിചാരിച്ചിട്ടുണ്ടായിരുന്നു. അയ്യോ ഭാഗ്യം, പല്ല് തെറിച്ചു പോയോ എന്ന് നോക്കട്ടെ. മുറുക്കാനൊക്കെ വായിലിട്ടിട്ട് ഈ പേര് പറഞ്ഞ നല്ല രസമായിരിക്കും. മഴവില്ല് വരും, മഴവില്ല്. അപ്പൊ കാണാൻ മഴവില്ല. അതേ പണ്ട് എന്നിട്ടാന്നൊന്നുകൂടി പറഞ്ഞ് ഈ ചോറ് അരി മാറ്റിക്കണേ, ഇതിന് മുഴുവൻ തുപ്പല് തെറിക്കും. അതെ ഈ പണ്ട് ഈ വെസ്റ്റ് സ്ട്രീം ഉണ്ടായിരുന്നല്ലോ, 1984 എഴുതുന്നുണ്ട്. അതില് അരിയട്ടെ 1984 ആ സമയങ്ങളിലൊക്കെ ഭയങ്കര വെസ്റ്റ് ഇൻഡീസ് പ്രഗത്ഭന്മാരായ ക്രിക്കറ്റ് താരങ്ങളുണ്ടായിരുന്നു. അതിലുണ്ടായിരുന്ന ഒരു കോട്ട്നി വാൾഷ്, കർട്ട്ലി, അംബ്രോസ്, അങ്ങനെ കുറെ ടീമുണ്ട്. അതിലുണ്ടായിരുന്ന ഒരു ആളായിരുന്നു. അതിന് ശേഷമുള്ളതാണ് പാട്രിക് പാറ്റേഴ്സൺ, ഒരു ഭീമാകാരനായ ഒരാള്. പാട്രിക് പാറ്റേഴ്സനെ ഭയങ്കര ശരീരമായിരുന്നുണ്ട്. തിരുവനന്തപുരത്ത് ഒന്ന് കളിച്ചിട്ടുണ്ട് ആള്. എനിക്ക് ഓർമ്മ, ആള് വലിയ സംഭവമൊന്നുമില്ല, ഒരു മല പോലെ ശരീരമാണെന്ന് തോന്നുന്നു എൻ്റെ ഓർമ്മ. ആള് ഒരു ആരാണ്ട് ബാറ്റ് ചെയ്തിട്ട് ഇന്ത്യയും വെസ്റ്റ് ഇൻഡീസിലെ കളിന്ന് പണ്ടേ കളിന്ന് ആരാണ്ട് ഒരു ബോള് അടിച്ച് പറഞ്ഞ് ഇത്രക്ക് ലെവലിലാണ് ബോള് വരുന്നത്. ഭയങ്കര ഷോട്ടാണ്. ആ ബോള് നമുക്ക് കണ്ണുകൊണ്ട് കാണാൻ പറ്റില്ല. അടി പാറ്റേഴ്സൺ ബോൾ ചെയ്യുന്നത്. ഈ ബോള് എറിഞ്ഞിട്ട് ആ അടി ഷോട്ട് ആളരുത് വന്നപ്പോൾ ആള് ഇതിങ്ങനെ കൈ നീട്ടി ഇങ്ങനെ ഒരു പിടുത്തം പിടിച്ചു. പിടിക്കുന്നത് കയ്യിൽ ശരിക്കും ഒതുങ്ങി. അപ്പം പിടിച്ചു കഴിഞ്ഞിട്ട് ആളൊരു ചിരിയുണ്ട്. ആ പല്ലുകൾ മാത്രമല്ല, ഭയങ്കര ഇരുണ്ടിട്ടുള്ള കറുത്ത കളർ ഇതല്ല പല്ലിൻ്റെ ആ ഇങ്ങനെ പിടിച്ചിട്ട് ഒരു കൂളായിട്ടുള്ളൊരു ചിരിയുണ്ട്. നമുക്ക് സ്വപ്നം പോലും കാണാൻ പറ്റില്ല. ആ കയ്യില് ആ ബോർഡ് കൈയൊക്കെ മല പോലത്തെ കൈയാണ്, മനസ്സിലായ? അല്ലാണ്ട് വെറുതെ ഒന്നുമല്ല. ചാർലി ഭാഗ്യവാനാ. അപ്പൊ നമ്മൾ എന്തിനാ വിളിക്കുന്നറിയോ? പാട്രിക് എന്ന് വിളിക്കുക. അല്ല പാറ്റേഴ്സ് എന്നുള്ളത് നമ്മള് വിളിക്കില്ല. ആദ്യം ഇവിടെ പണ്ടൊരു നായനെ ഊട്ടിന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. നാടനല്ല, അതല്ല, ഊട്ടിയിലകത്ത് നായ ഇങ്ങോട്ട് വരുമ്പോഴല്ല രോമം ഒത്തിരി കൂടുതലായിരിക്കും അവിടുത്തെ കാലാവസ്ഥ അനുസരിച്ച്. അപ്പൊ അതിന് അന്ന് കേരള പോലീസിലൊരു ഭയങ്കര നായ ഉണ്ടായിരുന്നു, ചീഫ്ടൺ എന്ന് പറഞ്ഞിട്ട്. കേരള പോലീസ് താരമായിരുന്നു ചീഫ്ടൺ എന്ന പേര്. ആളായിരുന്നു ഈ കുറ്റാന്വേഷണം കണ്ടെത്തലല്ല ഈ മനസ്സിലായി. അപ്പൊ ആ നായ്ക്ക് പേര് ചീഫ്ടൺ ഇട്ടു. ഞാനല്ലാന്നുണ്ട് ചീഫ്ടൺ തന്നെ പേരിട്ടായിരുന്നു. ചീഫ്ടൺ പേരിട്ടു. അപ്പൊ ഈ ചീഫ്ടൺ അച്ഛനെ വിളിക്കാറില്ലല്ലോ. അച്ഛനും അമ്മയും ചീപ്പൻ അച്ഛൻ ജീപ്പ് എന്ന് വിളിക്കും. അതൊരു ജീപ്പ്. അത് അച്ഛൻ പറഞ്ഞിട്ടുണ്ട്. ഇവിടെ ഒരു ജീപ്പ് എന്ന് പറഞ്ഞിട്ടൊരു നായ. അതാണോ ഈ പാമ്പിനെ പിടിച്ചോടുന്നത്? അല്ല, പാമ്പിനെ പിടിക്കുന്നത് വേറെ ആളായിരുന്നു. ഇതിന്റെ പ്രത്യേകത എന്തിട്ടായിരുന്നു ഈ ജീപ്പിന്റെ? ഇതിന് രോമം നല്ല ഭംഗിയായിരുന്നു. ഇതിനാണ് കറുത്തിട്ട്. അച്ഛൻ ഒരു കഥ പറഞ്ഞിട്ടുണ്ട്. അതിന് നായനെ പിടിക്കുക. ഇതിന് അല്ല, നായനെ പിടിക്കില്ല, ഇതിനെ പാമ്പിനെ പിടിച്ചു കിടന്നുണ്ട് ഓർമ്മ. ഇതിനെന്തോ പ്രത്യേകത വെച്ചില്ല. ഇപ്പൊ നോക്കിയേ, ഇടുവാ നല്ല ശരിയാവുള്ളോ ചെയ്ത് അടിച്ചാൽ. നമ്മുടെ വീടിന്റെ ഈ അതിർത്തി എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇങ്ങോട്ട് വാരിച്ചരുത്. ഞാനും പറഞ്ഞു. അയ്യോ, അരി തിളച്ചു പോയി. അപ്പൊ തീ ഉറക്കാൻ പറ്റില്ല. വിറകെടുത്ത് മാറ്റിയേക്ക്. വിറക് മാറ്റിയേക്കേണ്ട ആവശ്യമില്ല, അത് തിളച്ചു പോയി തീയൊക്കെ കിട്ടും. അയ്യോ കുഴപ്പമില്ല, അതിനെ കണ്ടു വെച്ചോ. അപ്പൊ നമ്മുടെ ഈ പറമ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ നമ്മുടെ വീടിന്റെ ഈ അതിർത്തിയിൽ ഇപ്പൊ ഈ ഇവിടെ തൊട്ടിട്ട് സജീവന്റെ വീടിന്റെ ആ പടി വരെ നമുക്ക് കുറേ ഇങ്ങനെ അയലവക്കാരുണ്ട്. ഇപ്പൊ മുഴുവൻ ഇപ്പൊ മതിൽ കെട്ടിയെന്ന് മാത്രമാണ്. പണ്ട് എങ്ങനെയാ വെച്ചാൽ ഇങ്ങനെ വെറുതെ ഇങ്ങനെ ചാരി എടുക്കാണ്. ഇവിടെ കെട്ടിട്ടുണ്ടായിരുന്നു. അവിടെ നിന്ന് അങ്ങോട്ട് കെട്ടിയിട്ടില്ല. അപ്പൊ ഇങ്ങനെ ഈ സൈഡില് പാമ്പുണ്ടാവില്ല. ഈ സൈഡിൽ മുഴുവൻ പൊത്തുകളാണ്. പാമ്പ് കടിച്ചാവൂ ദൈവമേ. അതിന്റെ ഉള്ളിലേക്ക് പോവാൻ നോക്കണ്ട. മാന്ത്രണ്ട് ആള് എന്തോ കണ്ടിട്ടുണ്ട് ഇവിടെ. ചിലപ്പോ എലിയായിരിക്കും. നോക്കിയത് പാമ്പിനെ ഇതിനെ പിടിക്കുന്ന ആളായിരിക്കും. കണ്ടാ ദേ അടുത്ത എന്റെ പൊത്തിരിക്കും പോണത്. ആളെന്തോ കണ്ടിട്ടുണ്ട് ഇവിടെ. ഈ പൊത്തുകളൊക്കെ അടയ്ക്കണം.
അപ്പൊ നമ്മൾ പറഞ്ഞു വരുന്നത് ഇപ്പൊ ഇത് കണ്ടില്ലേ എടാ മോന്തമ കടികൊള്ളൂ പറയട്ടെ കാര്യം പറയും. അപ്പൊ അങ്ങനെ കൊറേ ആൾക്കാരുണ്ട് അയലക്കാര് ഉടക്കിനെ ഉടക്കിന്ന് പറഞ്ഞ പോലെ. അപ്പോൾ ഒരു ദിവസം അവിടുത്തെ ആ പൊത്തില് സജീവിൻ്റെ വീടിൻ്റെ ഇപ്പുറത്ത് നീങ്ങിയിട്ട് ഏർപ്പായൻ്റെ വീടിൻ്റെ ഈ തിണ്ടുണ്ട്, അതില് പൊത്തില് മൂർക്കം പാമ്പ്, വലിയ മൂർക്കം പാമ്പ്. അപ്പൊ എല്ലാവരും അതിന് പിടിക്കണല്ലോ. അങ്ങനെ ഇവിടെ ചുറ്റും ആളുകൾ നിറഞ്ഞു നിന്നു. ഇവനാണ് ഈ പാമ്പ് പിടുത്തക്കാരനാ, ആര് നമ്മുടെ ചീഫ്റ്റൻ. ഇവൻ ഇങ്ങനെയുണ്ട് ഈ പൊത്തിൽ ഇങ്ങനെയുണ്ട് കൈയിട്ട് ഇളക്കി അതിൻ്റെ പാലുമേ എല്ലാവരും ആകാംക്ഷയോടെ വടിയൊക്കെ പിടിച്ച് നിൽക്കണ്. ആകാംക്ഷയോടെ എങ്ങനെയുണ്ട് പിടിച്ചപ്പോ ഇവൻ പാലും പൊട്ടിച്ചിട്ട് കടിച്ചിട്ട് ഒറ്റേറിഞ്ഞു. അപ്പോഴുണ്ട് ഈ ഏർപ്പായേട്ടൻ, നമ്മുടെ ഏർപ്പായേട്ടൻ തോളത്തോടെ ശേമനൊരു പോക്ക് പാമ്പ് അപ്പുറത്ത് നിന്ന് വീണു. കുറച്ച് നീങ്ങിയ പാമ്പ് കഴുത്തിൽ പരമശിവന്റെ പോലെ നിന്നാണ്. എന്നിട്ട് അപ്പുറത്ത് അപ്പഴേക്ക് എല്ലാവരും അടിച്ചു വന്നു, വലിയ മൂർക്കം പാമ്പ്. അത് കഴിഞ്ഞിട്ട് പിന്നെ ഇവനാണല്ലോ കാരണക്കാരൻ. പിന്നെ പാമ്പിനെ കുഴിച്ചിടാൻ പോണത് ആ പാടത്തിന്റെ അറ്റത്തേക്ക് കൊണ്ടുപോണത്, നമ്മൾ തോടൊക്കെ കടന്നിട്ട്. ഈ നായ ചീഫ്റ്റൻ മുന്നില്, നമ്മളെല്ലാവരും ഈ പാമ്പിനെ ഇങ്ങനെ പിടിച്ചിട്ട് പിന്നിൽ വരിയായിട്ട് കുഴിച്ചിടാനായിട്ട് കൈക്കോട്ട് തയ്ക്കിട്ട്. അപ്പൊ ആള് ഒരു യുഗജേതാവായി, ഞാൻ ഇതെന്ന് പറയില്ല, അതുപോലെയാണ് ഒരു യുഗജേതാവായിട്ട്. അപ്പൊ വെള്ളം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന് വിറയ്ക്കും, പേടിയാ. പക്ഷെ തോട്ടിൽ വെള്ളം നിറഞ്ഞെടുക്കണ്. ആള് വെള്ളം കണ്ടിട്ട് അവിടെ നിന്നില്ല, വെള്ളത്തിലൂടെ ഇറങ്ങി നടക്കാണ്. ഞാനാണ് ഇതിന് കാരണക്കാര്, അതായത് പെട്ടുന്നുണ്ട്. എന്നിട്ട് കുഴി കുത്തി കുഴിച്ചിട്ട് കഴിഞ്ഞിട്ട് ഇങ്ങോട്ട് വരും ഭയങ്കര ഇതായിട്ട്. ഞാനാണ് ഇന്നത്തെ താരം എന്നുള്ള നിലയില് അങ്ങനത്തെ നായായിരുന്നു. അപ്പൊ അതിന്റെ ഒരു പതിപ്പന്തുകൊണ്ട് ഇപ്പഴന്നെ പൊത്തുകളിലൊക്കെ താഴെയിട്ട് മോന്തമ്മ പാമ്പിന്റെ കടി കിട്ടും. ഇവിടെയൊക്കെ എതാ മാന്തിട്ട് മതിൽ തട്ടിടാണ്ടിരുന്നാണ്, ഇവിടെയൊക്കെ മാന്തിട്ട് ഇല്ല ഇവിടെ തള്ളിയ പോലെ തോന്നുന്നുണ്ടാ. ഇല്ല അതങ്ങനെ ഇനിയാ ഇതേ പേടിയാവാ. അതിന്റെ ഉള്ളിൽ എന്തോ ഉണ്ട് ആള് കണ്ടിട്ടുണ്ട്. പിടി 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 പാമ്പ് കൊടുത്താരണ. നമ്മുടെ ഇവിടെയുള്ള ടീമായിട്ട് സെറ്റ് ആയിട്ടില്ല. അവര് നമ്മളെ കണ്ണു കയറ്റുമ്പോ കടിക്കാൻ വരാം. പിന്നെ ഫ്രണ്ടിലത്തെ കോഴിക്കൂട്ടിൽ അടക്കിയ രാത്രി കടിച്ചു പോലും. ലോറ മാത്രല്ല, ഇതൊന്നും അവരുടെ അടുത്ത് സ്നേഹമായിട്ട് ചെന്നാൽ മതി. ഇതൊന്നും ചെയ്യണമെന്നറിയോ, നമ്മുടെ അടുത്താണ് നിക്കണമെങ്കിൽ ഇതിന് ജാതി ധൈര്യം. അപ്പൊ ഇത് ഇവിടെ നിന്നിട്ട് അങ്ങോട്ട് അവരെ നോക്കി ഭയങ്കര കുരക്കലാ, ധൈര്യം ഉണ്ടേ വാടാന്ന് പറയണ പോലെ. അപ്പൊ പിന്നെ അവർക്ക് ദേഷ്യം വരില്ലേ. അയ്യോ ഇത് പൊട്ടിക്കാറായില്ല. കുറച്ച് കോവയ്ക്ക് പ്രാവശ്യം കണ്ടമാനം ഉണ്ടാവുന്നുണ്ട്. കുറേ കഷ്ണങ്ങളാക്കിയിട്ട്, നീളത്തിൽ കഷ്ണങ്ങളാക്കിയിട്ട് മുളക് പൊടിയും മഞ്ഞപ്പൊടിയും ഉപ്പും ചേർത്ത് ഉണക്കി വറുത്തു. ഇനി എന്തേ കുറെ നിൽക്കുന്നുണ്ട്. കാലത്ത് കഞ്ഞിക്ക് മുകളിൽ ഒരു ചക്ക മാത്രം മൂത്തു തോന്നുന്നു. അതിന്റെ കളർ നോക്കിയേ. അപ്പൊ ഇക്കൊല്ലത്തെ ആദ്യമായിട്ടുള്ള നമ്മുടെ ചക്കവെട്ടൽ നമ്മുടെ പ്ലാമ് ചക്ക കുറേ ഉണ്ടായിട്ടുണ്ട് കേട്ടോ. ഇതിന് കണ്ടമാനം ചക്കിനുണ്ട്, നിറയെ ചക്കളാ, ഒരു 100 ചക്കിണ്ട്. പക്ഷെ ഇതുമില്ലേ, ആ വലിയ പ്ലാമിലാണ് കണ്ടമാനം ഉണ്ടാവാറ് കേട്ടാ. ഇതുമേ ഇവൻ പണി മുടക്കി ഒരൊറ്റ ചക്കിൻ്റെ എന്താന്ന് കാരണം അറിയില്ല. ആർക്കെങ്കിലും ഇതിന്റെ കാരണം കണ്ടെത്താൻ പറ്റുമോ ഇത്ര? അതായത് കഴിഞ്ഞതിന്റെ മുന്നിലത്തെ കൊല്ലം വരെ അത്രയ്ക്കധികം ചക്ക ഉണ്ടായി. അവിടെ എന്താ ഭയങ്കര ടേസ്റ്റുമാണ് ചക്ക. ഉപ്പേരി വയ്ക്കാനായാലും പഴുത്താലും അതെ ഭയങ്കര രസാ. 40-40 കൊല്ലമായിട്ട് ചക്ക ഉണ്ടായിക്കൊണ്ടിരുന്ന പ്ലാവാണ്. ഇപ്പൊ കഴിഞ്ഞ രണ്ട് വർഷമായിട്ടില്ല, 2 കൊല്ലമായിട്ട് ചക്ക ഉണ്ടാവണില്ല. എന്താ പറ്റിയെന്ന് ഞങ്ങൾക്ക് അറിയില്ല. അപ്പോൾ നമ്മളത് ഇതിൽ ഒരു ഇടിയൻ ചക്ക, ആദ്യമായിട്ട് ഇടിയൻ ചക്ക മുറിക്കാനുണ്ടാ. ഇത് മതിയില്ലേ സരിത? ഈ പ്ലാവിന്റെ കടക്കലിനാണ് നമ്മുടെ ചാനലിന്റെ തുടക്കം ഫസ്റ്റത്തെ. അപ്പോൾ ഞാൻ വെട്ടുന്നു. അപ്പോൾ ഇവിടെ ഇഷ്ടം പോലെ, അതായത് ആൾക്കാർ അവിടെ ഭയങ്കര സന്തോഷം. ഞാൻ കളിപ്പിക്കുമ്പോൾ ഭയങ്കര ഇഷ്ടം ആൾക്കിട്ടാ. തീറ്റപാത്രം ഗപ്പീര തീറ്റപാത്രം ഇവിടെ കൊണ്ടിട്ടുണ്ടല്ലോ. ഇത് ചെരുപ്പൊക്കെ എടുത്തോണ്ട് പോകാൻ തുടങ്ങിട്ട് ചേട്ടാ. ചെരുപ്പ് പല്ല് കരിക്കില്ലേ, പല്ലൊക്കെ തരിക്കലാണ് ആളുടെ മെയിൻ പണി. അപ്പൊ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലും ചെറുപ്പത്തിൽ പല്ല് ധരിക്കില്ലോ. അപ്പൊ എന്തെങ്കിലും ഇങ്ങനെ കടിച്ച് കൊണ്ടിരിക്കണം. ശരിക്കും പറഞ്ഞാൽ എല്ലുമുട്ടിയാണ് ഇട്ട് കൊടുക്കുക. ഒരു എല്ലുമുട്ടി ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ അതുകൊണ്ട് നടന്നോളും കടിക്കുന്നത്. പക്ഷെ ഈ സമയത്ത് കണ്ട ചെരുപ്പുകള് അങ്ങനത്തെ എന്തെങ്കിലും നമുക്ക് ഇട്ട് കൊടുക്കാം. അതെ ഈ നായ്ക്കൾക്ക് ഒരു കുഴപ്പമുണ്ട്. ഞാൻ ഇവിടുത്തെ മുന്നത്തെ 4 നായ്ക്കളുണ്ടായിരുന്നു കേട്ടോ. അവർക്ക് മെയിൻ അവരുടെ കുട്ടികളായിട്ട് എടുത്തു പോകുന്നതാണ്. പക്ഷെ അവര് മെയിൻ പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെരുപ്പുകൾ
ആലോചിക്കുമ്പോ ചിരി വരും ഇപ്പൊ. അത് ഇവിടുത്തെ ചെരുപ്പുകളെ എടുത്തുകൊണ്ടിരും, അയലോക്കത്തെ ചെരുപ്പുകളൊക്കെ എടുത്തുകൊണ്ടിരും. ഇവിടത്തെ ചെരുപ്പുകൾ എടുക്കുമ്പോ നമ്മളെ നല്ല അടി കിട്ടും. അപ്പൊ പിന്നെ ഇവിടെ നിന്ന് എടുക്കല് നിർത്തിയവര്. പിന്നെന്താ പരിപാടി വെച്ചിട്ടുണ്ടെങ്കിൽ ബൈക്കിന്റെ സീറ്റുകൾ പൊളിക്കുക. ഒരു ദിവസം നോക്കുമ്പോൾ നമ്മുടെ സ്പ്ലെൻഡർ ഉണ്ടായിരുന്നു, അതിന്റെ ഇല്ലേ ഇതിങ്ങനെ സീറ്റില്ലേ ഇങ്ങനെ അത് കയറിന്നിട്ട് കടിച്ചെറിയ ഇങ്ങനെ എറിയ. പിന്നെ അതിന്റെ ബ്രേക്ക് ഡിസ്ക് ബ്രേക്ക് ആയിരുന്നു ഫ്രണ്ട് സ്പ്ലെൻഡറിന്. ഡിസ്ക് ബ്രേക്ക് കണ്ടിട്ടുണ്ടാവില്ല, അതിന്റെ ഡിസ്ക് ബ്രേക്ക് ആകെ പൊളിച്ചിട്ടെന്ന് പറഞ്ഞാൽ വയറൊക്കെ മുറിച്ചിട്ട് കംപ്ലീറ്റ്. അതിലും അങ്ങനെ മൊത്തം സീറ്റും ഇതും കൂടിയിട്ട് 10,000-2,500 രൂപയുടെ അടുത്ത് ചിലവ് വന്നു നമുക്ക്, ഒരു നായ്ക്കളെ കാരണമാണ് പറയുന്നത്. അപ്പൊ പറഞ്ഞു വന്നത് ഇവിടെ അപ്പുറത്തെ വർഗീസേട്ടൻ്റെ മതിലൊന്നും കെട്ടിയിട്ടില്ല കേട്ടാ, അപ്പൊ അങ്ങോട്ട് കയറിപ്പോവും. അപ്പൊ വർഗീസേട്ടൻ്റെ മോൻ ദുബായിലേക്ക് പോകാനായിട്ടേ, ഗൾഫിലേക്ക് പോകാനായിട്ട് പുലർച്ചെ 4 മണിക്കാണ്ട് ഫ്ലൈറ്റ് അവന്, അല്ല പുലർച്ചെ 4 മണിക്ക് പോകണം, വീട്ടിൽ നിന്ന് ഇറങ്ങണം. അപ്പൊ അവന്റെ ഷൂ ഒക്കെ നല്ല ഭംഗിയില് പോളിഷൊക്കെ ചെയ്ത് പുറത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ കാലത്ത് ഒരു 4 മണി 3:30 നേരത്ത് ടോർച്ചർ അജോ എന്ന് മോളിൽ നിന്ന് ടോർച്ചടി ഇതൊക്കെ വിളി കേൾക്കണം. അല്ല, അവര് ഇറങ്ങി വന്നിട്ട് ഇവിടെയൊക്കെ പരിശോധിക്കായിരുന്നു. വിളിച്ചു നമ്മള് അല്ല അവിടെ അല്ല അപ്പൊ അല്ലല്ലോ ഇവിടെയായിരുന്നു. അതെ, ഓർമ്മ കുറവുള്ള കൊണ്ടാണ് കേട്ടോ. അത് കൊറേ കൊല്ലം മുന്നായതുകൊണ്ടേ ശരിക്കും ഓർമ്മയില്ല. അപ്പൊ വിളിയോട് വിളി നോക്കിയപ്പോഴുണ്ട് ഒരു ഷൂ എടുത്തുകൊണ്ട് പോയി. ഒരു ഷൂ ഉള്ളവന് പിന്നെ ഇട്ട് പോകാനായിട്ട് തുടച്ചു വെച്ചിട്ട് ഇതൊരു സാധനം എടുത്തോണ്ട് സാധനം വേസ്റ്റ് ഒക്കെ എടുത്തോണ്ടിട്ട് എടുത്ത് നടന്നോ. എന്നിട്ട് ഞങ്ങളെല്ലാവരും ഷൂ തപ്പിട്ട് അവസാനം അവിടെ നിന്ന് കിട്ടിയില്ലേ, വലിയ ആവശ്യം അവിടെ കിട്ടി. അവന്റെ പോക്ക് മുടങ്ങി ഷൂ വേണ്ടേ. അങ്ങനെ ദുബായിക്ക് പോണ്ട ഷൂ കിട്ടി. അവരുടെ വീടുകളിലെ ചവിട്ടികൾ എടുത്തിട്ട് വരാ. എന്തെല്ലാം പരാതികളായിരുന്നു. 4 സാധനങ്ങളുണ്ട് നായ്ക്കള്. അതൊക്കെ ആ സെറ്റില് കൊണ്ടുവന്ന 4 പേര്. അത് ചേട്ടൻ എടുത്തോണതല്ല, മോഹനേട്ടൻ എടുത്തോണത്. ഒക്കെ കച്ചറകളായിരുന്നു. കച്ചറകൾ എന്ന് പറഞ്ഞത് ജാതി ടീമായിരുന്നു അവര്. പുറത്തുനിന്ന് ആരെങ്കിലും വന്നിട്ട് കടിക്കാൻ ചെല്ല. ഇവര് കടിക്കൊന്നുമില്ല ബാക്കിയുള്ളവര്, അത് കടിച്ചോളും. കടിച്ച് ആരെ ഒരു തമിഴത്തിനെ അങ്ങോട്ട് കടിച്ചിട്ട് കുപ്പിയും പാട്ടയും പറക്കാൻ വന്ന അങ്ങടാ, അതിനെ കടിച്ചിട്ട് കാശ് കൊടുക്കേണ്ടി വന്നു. കടിച്ചു എന്നാ പെണ്ണ് പറയണു, അറിയില്ല, പൈസ കൊടുത്തു. നമ്മുടെ ചക്ക, ആദ്യത്തെ കന്നിച്ചക്ക സരിതി കാപ്പിയിലാക്കാൻ പോയി കാലത്ത് ഒന്നും കഴിച്ചിട്ടില്ല. നമ്മൾ വീടിയെടുക്കുന്ന നേരം ഇത്തിരി സമയം പിടിക്കും. ഇത് കഴിയുമ്പോഴേ സരിതാരൊരു കാപ്പിയുണ്ട്, അടിപൊളി കാപ്പിയാ, ഭയങ്കര ടേസ്റ്റാ. കോഫി നെസ്കഫേ കാപ്പി വരുന്നു കേട്ടാ. മണപ്പിച്ചിട്ട് ഇനി ഇത്തിരി പാല് കൊടുക്കാല്ലേ? നിനക്ക് പാല് തരാട്ടാ. പാല് വേണോ ചാർലിക്ക്? ആയിരത്തേടിയും ചക്കിക്കേ ടേസ്റ്റ് കൂടും. രണ്ടാമത്തേന് ഇത്തിരി ടേസ്റ്റ് കുറയും, മൂന്നാമത്തേന് അതിൽ ടേസ്റ്റ് കുറയും, നാലാമത്തെ തീരെ ടേസ്റ്റ് ഉണ്ടാവില്ല. അങ്ങനെയാണ് പൂതി ഉണ്ടാവില്ല. നീ എല്ലാ ദിവസവും ഈ കാപ്പി ഉണ്ടാക്കിക്കോണം നോക്കിയേ, ടേസ്റ്റ് കുറയും. നമുക്ക് ഇത് കണ്ടു കൊടുത്തില്ലേ? അപ്പൊ ഇന്നലെ കുടിച്ചുള്ള കാപ്പി എന്നിട്ട് ഇന്ന് ടേസ്റ്റ് കുറവുണ്ടാ? അല്ല ഇന്നലെ കുടിച്ചിട്ടില്ല. കുടിച്ചു. ഇല്ലില്ല, മിന്നാന്ന് കുടിച്ചു. അല്ല എല്ലാ ദിവസം ഉണ്ടാക്കുമ്പോഴുള്ള കാര്യം പറഞ്ഞ. അപ്പൊ ഞങ്ങൾ കാപ്പി കുടിച്ചിട്ട് വരാം. ഷോർട്ട് ബ്രേക്ക്. അപ്പോഴേക്കും ആ ചക്കയെ നടുമുറിച്ചിട്ട് ചേട്ടൻ ഇവിടെ വെച്ചിട്ട് നടുമുറിച്ച മുളഞ്ഞീനൊക്കെ ഇത് മാകെ. അപ്പൊ അവിടെ പുറത്ത് വെച്ചിട്ടുണ്ട്. അതിന്റെ മുളഞ്ഞീനൊന്ന് പോയി കഴിഞ്ഞിട്ട്, പശ പോയി കഴിഞ്ഞിട്ട്, മുളഞ്ഞീന്ന് നമ്മൾ തൃശ്ശൂർക്കാർ മാത്രമേ പറയുള്ളൂ. എല്ലാവരും അങ്ങനെയാണോ പറയാ? ചക്കരെ ചക്ക പശ അങ്ങനെ പറയാൻ തോന്നുന്നു. അപ്പൊ അത് പോട്ടെ, പശ പോട്ടെ കേട്ടോ. അപ്പോഴേക്കും ഞങ്ങൾ കാപ്പി കുടിക്കട്ടെ. ചേട്ടൻ എന്നിട്ട് ആലോചിക്കണ്. അതാലോചിച്ചതാ പേരുകള്. അങ്ങനെ നമ്മുടെ ഇടിയക്ക കഷ്ണങ്ങളാക്കണം. അതിനായിട്ട് ഇത് കളയണം. ചേട്ടൻ എനിക്ക് ചെയ്തു തരുന്ന പണികളില് ഒരെണ്ണാണ് ഇത് സഹായിക്കുന്നത്. ഇടിയക്ക കൂട്ടാൻ വെക്കാം എന്ന് ഞാൻ പറഞ്ഞാൽ പിന്നെ ഞാനൊന്നും അറിയേണ്ട ആവശ്യമില്ല. അത് ഇട്ട് ഇങ്ങനെ തൊലി ഇതൊക്കെ ചെത്തി കഷ്ണങ്ങളാക്കി കുക്കറിലിട്ട് കൊണ്ടുവരും ചേട്ടൻ. എന്താണ് അതിനെ ഇങ്ങനെ പുഴുത്തുന്നത് കേൾക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. എനിക്കിഷ്ടമാണോ? എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇന്നസെന്റ് പറയില്ലേ ചേട്ടാ അതുപോലെ. അതല്ല അത് മാത്രം ആക്കി തരാനുള്ളത് നിനക്ക്?
അല്ല പിന്നെയുണ്ട് ഞാൻ ഒരെണ്ണം പറയൂ പിന്നെ മീൻ നന്നാക്കി തരല്ലേ. പിന്നെ മീൻ വാങ്ങിച്ചു കൊണ്ടുവന്ന് നന്നാക്കി ഇപ്പൊ പിന്നെ നന്നാക്കിയിട്ട് തന്നെ അവിടെ നിന്ന് ക്ലീൻ ചെയ്തിട്ട് തന്നെ വാങ്ങിച്ചിട്ട് വരാം അവിടെ നിന്ന് മറ്റേ മത്സ്യ ഫെഡിന്റെ അവിടെ നിന്ന്. പിന്നെ കൂർക്ക വെള്ളത്തിലിട്ട് ചവിട്ടി ഡവറയിലൊക്കെ ആക്കി 2 കത്തി കൊടുത്തിട്ട് എന്നെ വിളിക്കും. അപ്പൊ ഞാൻ ചെന്ന് ഞങ്ങൾ രണ്ടാളും കൂടി ഒരുമിച്ചിരുന്നു നന്നാക്കും. പിന്നെ അയ്യോ അത് നാളേരം ഞാൻ വല്ല കല്യാണം കഴിഞ്ഞിട്ട് ഈ കൊല്ലത്തിനിടയ്ക്ക് വിരലെണ്ണാവുന്ന വട്ടം മാത്രം ആകെ പൊതിച്ച് ചെരുകിണ്ടാവുള്ളൂ. ചേട്ടൻ തന്നെയാണ് നാളേരം ചേട്ടാ നാളേരം എന്ന് പറയുമ്പോഴേക്ക് പൊതിച്ച് ചെരുകി പകുതി പോവും നാളേരത്തിലത്തെ, എന്നാലും നമുക്ക് പകുതി കിട്ടും. പിന്നില്ലേ പാത്രം കഴുകിയല്ലേ ഒപ്പം ഹെൽപ്പ് നീ പാത്രം ഉരച്ച് ഇതാക്കി തരും. വെള്ളം കഴുകി തരില്ലേ? കഴുകി തരാൻ നിൽക്കില്ലേ ഞാൻ? അതാ പൂർവ്വം വല്ലപ്പോഴൊക്കെ അല്ലേ? അല്ല വരാറില്ലേ കൂടുതലുള്ള ദിവസം? ഇടയ്ക്ക് വല്ലപ്പോഴും ഞാൻ വിളിക്കാറില്ല. അത് ഞാൻ വിളിക്കാറില്ല ചേട്ടനെ. ഞാൻ കഴുകണ് കാണുമ്പോൾ ചേട്ടൻ എപ്പോഴെങ്കിലും അതിൽ കൂടെ വരുന്നുണ്ടെങ്കിൽ ഞാൻ കുറേ പാത്രങ്ങളുണ്ട് അതാ ഞാൻ വരാം സഹായിക്കാന്ന് പറഞ്ഞിട്ട് ചെയ്യും. മറ്റേതൊക്കെ ഞാൻ അങ്ങോട്ട് പറയണതാ, ചേട്ടൻ നാളെ ചെറിയതായോ മറ്റേതാ. ചവറ് വാരി കോരി കളയാൻ തയ്യാറായില്ലേ? അല്ല എന്തുട്ടാ പറഞ്ഞ ചവറ് വാരി കോരി കളയാൻ തയ്യാറല്ലേന്നാ? നീ മിറ്റടിച്ച് വരുമ്പോ ചവറ് കൊണ്ടുപോയി കളയാൻ ഇതാവില്ലേ? അതും ചെയ്തു തരാറുണ്ട്. അതങ്ങനെ എപ്പോഴൊന്നുമില്ല. അല്ല ചവറ് കുറവാണ്. ഇടയ്ക്ക് ചായ ഉണ്ടാക്കി തരാറില്ലേ? ഞാൻ ഉച്ചയ്ക്ക് കിടന്നുറങ്ങുമ്പോ ചില സമയത്ത് ചേട്ടൻ അങ്ങനെ ചെയ്യും. ഞാൻ അത്ഭുതം തോന്നൂട്ടാ. ചായക്ക് ഉണ്ടാക്കി വെച്ചിട്ട് എന്നെ വന്ന് വിളിക്കും. എണീക്ക് മോളെ സമയം എത്രയെന്ന വിചാരം, നീ എപ്പ കിടന്നുറങ്ങിയതാ? 2 മണിക്ക് കിടന്നതാ, സമയം 4 മണിയായി. ഇത്ര സമയമൊക്കെ ഉറങ്ങിയാ മതി, എണീക്ക് എന്നൊക്കെ പറഞ്ഞിട്ട് ദേ ചായ എന്നൊക്കെ പറഞ്ഞിട്ട് വിളിക്കും ചില സമയത്ത് ചേട്ടൻ. നമ്മള് ശരിക്കും സിനിമയിലൊക്കെ എങ്ങനെ കാണുള്ളൂ. ജഗ്ഗു വീട്ടിലാട്ടാ, എൻ്റെ വീട്ടിലാ. ഇന്നലെ പോയി അവൻ. തുന്തുരു നാളെ പോവും. അപ്പൊ ഇന്നിപ്പോ ഞങ്ങള് രാവിലെ കഞ്ഞൂടി കഴിഞ്ഞിട്ട് അങ്ങോട്ട് പോകും. കുക്കറില് ഞാൻ ഇനി ഇത് വേവിച്ചിട്ട് വരാട്ടെ. വേവിച്ചിട്ട് നമുക്ക് ഇവിടെ അമ്മീമ ചതയ്ക്കാം. ചാർലി ഓടിയോ ഓടിയോ ഓടിയോ. ചാർലിക്ക് പാല് കൊടുക്ക കാലത്തേറ്റ് ഓടിയോ. ആ ഭാഗത്ത് കുറച്ച് പൊത്തുണ്ട്. ചാർലിനെ നിനക്കില്ല ട്രീ ചാർലി ആ കുട്ടിയല്ല, അവന് കൊടുക്കട്ടെ കേട്ടാ. മേത്തി കയറി എന്റെ നടി കിട്ടും. ചെല്ല് 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 കാമറയുടെ അടുത്ത് ചെല്ല്. ആ വാലാട്ടിട്ട് ചെല്ലണ ഏട്ടാ. ആ ചെല്ല് ചെന്ന് നോക്ക്. ചെല്ല് 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 വേണമെങ്കിൽ. ലോറി വന്നു. പാല് കുക്കറിൽ ഫസ്റ്റ് വിസിലടിച്ചുട്ടാ നമ്മുടെ. നീ അത് ഓഫ് ചെയ്താ. അങ്ങനെ ചാർലി പാല് കുടിക്കണം. ചാർലി നീ ഗുണ്ടുറായിട്ട് വരണം. ഗുണ്ടു എന്ന് പറഞ്ഞാൽ നല്ല വണ്ണത്തില്ല ഗുണ്ടു നമ്മൾ പറയില്ലേ. അവൻ ജാതി ഗുണ്ടു എന്ന് പറയും തൃശ്ശൂർകാര്. അത് നല്ല വണ്ണത്തിലുള്ള ചെക്കനെ പറഞ്ഞ ഗുണ്ടു. അപ്പൊ കുക്കറിൽ ഒരു വിസിലടിപ്പിച്ച് നമ്മുടെ ഇടിയൻ ചക്ക വെന്തിട്ടുണ്ട്. അതിന് ചതയ്ക്കാൻ പോവാട്ടാ. അരി വേവാറായിണ്ടാവും. ഞാൻ ഉള്ളിയും ഇത് നന്നാക്കാൻ പോവാണ്. ഉള്ളിയും വെളുത്തുള്ളി. നമ്മളിപ്പോൾ ഈ വക സാധനങ്ങൾ ചെയ്യേണ്ടതെന്ന് വെച്ചിട്ട് നമ്മൾ തനി പെൺകോന്തനാന്ന് വിചാരിക്കത്തിട്ടാ. നമ്മുടെ വീട്ടിലുള്ള എല്ലാ ആണുങ്ങളും പെൺകോന്തന്മാരല്ല, അതല്ല പറയാവുന്നത്. എല്ലാവരും മറ്റേ സിനിമയിൽ ജഗദീഷറല്ലേ അവരൊക്കെ ഹരികർണത്തെ പോരല്ലേ ചേട്ടാ. അതുപോലെ ഞാൻ മാത്രല്ല, ഇവിടുത്തെ എല്ലാ ചേട്ടന്മാരും എങ്ങനെയാണ്. അതെല്ലാവരും ഭാര്യമാരെ സഹായിക്കുന്നവരാണ്. ഇങ്ങനത്തെ വീട്ടുപണികളിലേ അല്ലാണ്ട്. അത് ഏതെന്നിട്ടാന്നറിയോ, ഇവര് 6 ആൺമക്കളല്ലേ, ഏറ്റവും താഴെയല്ലേ പ്രീതി ചേച്ചി. അപ്പം അമ്മ പണ്ട് ഇത്രയും വീടും ഈ നിലം പണിയാനും കൃഷിയും അങ്ങനെ കുറേ പണികളുണ്ടല്ലോ. അപ്പം ഇവർക്ക് ചെറുപ്പത്തിലേ തൊട്ടന്നെ ഇവർ അമ്മേനെ സഹായിച്ച ഓരോ ജോലികൾ ചെയ്തേ. ഇവർക്ക് ചെറുപ്പത്തിൽ ഒരാൾക്ക് അലക്കല്, ഒരാൾക്ക് മുറ്റടിച്ചു വാരല്, ഒരാൾക്ക് പാത്രം കഴുകല്, അങ്ങനത്തെ പണികൾ ഒക്കെ ഉണ്ടായിരുന്നു. ഓരോരുത്തർക്ക് ഓരോ പണികൾ അമ്മ കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പം അത് ചെയ്ത് ശീലിച്ച് അവർ അമ്മേനെ സഹായിച്ചു വന്നതുകൊണ്ട് തന്നെ അവർക്ക് ഭാര്യമാരെ സഹായിക്കാൻ ബുദ്ധിമുട്ടില്ല. അതിപ്പോൾ അത് ചെയ്തതായോ എന്ന് പറഞ്ഞ് ഭാര്യമാരെ ചീപ്പിക്കണതല്ല. ഞാൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അച്ഛൻ ഒന്നും അങ്ങനെ വീട്ടിലത്തെ പണികളിലൊന്നും, വീട്ടിൽ എന്താ പറയുക, ഈ അടുക്കള പണികളിലൊന്നും അച്ഛൻ അങ്ങനെ സഹായിക്കണമൊന്നും കണ്ടിട്ടല്ല ഞാൻ വളർന്ന. അച്ഛൻ ചോറിൻ്റെ സമയമാകുമ്പോൾ ഊണുമേശ വന്നിരിക്കും, അമ്മ എല്ലാതും കൊണ്ടുവച്ച് കൊടുക്കും. അങ്ങനെയൊക്കെയാണ് കണ്ടു വളർന്നത്. പക്ഷെ ഇവിടെ വന്നപ്പോൾ ഇവർക്ക് വിശക്കുമ്പോൾ ഇവർ തന്നെ പോയിട്ട് വിളമ്പിയുണ്ട്. ഇപ്പോൾ ഊണ് കഴിഞ്ഞ് കിണ്ണം കഴുകി വെച്ച് അതൊക്കെ നമ്മൾ കാണണം ഇവിടെ എല്ലാവരും ചെയ്യണത്.
അപ്പം എനിക്ക് വന്ന ഉടനെയൊക്കെ ഇതൊരു അത്ഭുതമായിട്ടാണ് തോന്നി തുടങ്ങുന്നത്. അപ്പം അങ്ങനെ ഇവർ ചെയ്ത് ശീലിച്ചപ്പോൾ ഇവർക്ക് അതുകൊണ്ട് തന്നെ സ്ത്രീകളോടും സ്ത്രീകൾ ചെയ്യുന്ന ജോലികളോടൊക്കെ ഭയങ്കര ബഹുമാനമാണ്. ചിലർ പറയില്ലേ, ഇവിടെ എന്തുട്ട പണി, ഒരു ചോറും കൂട്ടാനും വയ്ക്കുക ഇതെല്ലാമുള്ളോ, പിന്നെ എന്തുട്ടി പെണ്ണുങ്ങൾക്ക് പണി എന്ന് പറയില്ലേ. പക്ഷെ അതൊരു ഭയങ്കരമായ പണിയാണെന്നുള്ളത് ഒക്കെ ഒരു സജീവൻ അത് കറക്റ്റായിട്ട് അതിനെക്കുറിച്ച് ഇങ്ങനെ പറയും. ഇതിലേക്ക് ഒരു ഉണക്കമീൻ കൂടി വറക്കാം അല്ലേ? ആ നാളികേരത്തിന് ഈ സമയത്ത് വെള്ളം പെട്ടെന്ന് നാളികേരത്തിൻ്റെ ഉള്ളിലിരിക്കുമ്പോഴേക്കും പറ്റും. ഇന്ന് വലിയ ചൂടും തോന്നുന്നില്ല അല്ലേ, നല്ലൊരു കാറ്റും ഉണ്ട്. ബെസ്റ്റ് കാറ്റ്. കുറച്ച് ദിവസമായിട്ട് എന്താ ചൂട്. വെള്ളമുണ്ട്. ഇതിൻ്റെ വെള്ളത്തിൻ്റെ അവകാശം എപ്പോഴും സരിതിയ നല്ല രസം വെള്ളം അല്ലേ? എന്തൊരു മധുര. കുടിച്ചോ കുടിച്ചോ കുടിച്ചോ. ഈ സമയത്ത് നാളികേരം വെള്ളം ഭയങ്കര ടേസ്റ്റ് ആയിരിക്കും. അതിലിങ്ങനെ വറ്റി 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 ഇത്തിരി ഉണ്ടാവുള്ളൂ, അതുള്ളത് നല്ല ഭയങ്കര ടേസ്റ്റ് മധുരമായിരിക്കും. ഉള്ളി ചതക്കൽ കഴിഞ്ഞു. ഞാൻ ചെറുക്കണ ചേട്ടാ, ഞാൻ ചെറുക്കണ. ഞാൻ തന്നെ ചെയ്തു. നമ്മൾ ഉണക്കമീൻ വറക്കാന്ന് വിചാരിച്ചു. ഉണക്കമീൻ വറക്കാൻ നേരില്ലേ, വേറെ സ്ഥലത്തേക്ക് പോകാണ്ടേ. അരി വെന്തു, അത് ഇറക്കി വെക്കിട്ട് കട തിരിട. നമ്മുടെ ഒരു സബ്സ്ക്രൈബർ ഉണ്ട് പെരിങ്ങോട്ടുകാരിയുള്ള ബിന്ദു മേമയാണ് ഇങ്ങനത്തെ 2 തിരുടിയും കൊണ്ട് വന്നു. എപ്പോഴും നമ്മൾ ഈ കുടിലിൽ ചെയ്യുമ്പോൾ ഇങ്ങനെ ഇറക്കിയിട്ട് നിലത്ത് വയ്ക്കുന്ന കാണുമ്പോഴൊക്കെ ആൾ വിചാരിക്കുന്നു. അപ്പോൾ മേമയുടെ അമ്മ, അവരുടെ വീട് പുത്തൂരാണ് കേട്ടോ. അപ്പോൾ അമ്മ ഇതുപോലെ ഇങ്ങനെ നന്നായിട്ട് ഉണ്ടാക്കുത്രേ ചൂടിക്കയറുണ്ട്. കൂട്ടാൻ കാച്ചാനുള്ള സാധനം നിരത്തി കുത്തിപ്പൊടി, വേപ്പില, ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും വെളുത്തുള്ളിയും ഉള്ളിയും വെളിച്ചെണ്ണ, ചക്ക. ഇവിടേക്ക് ഇരിക്കാനായിട്ടൊരു സ്റ്റൂള് വാങ്ങിച്ചു ചേട്ടൻ. ഒരെണ്ണം വാങ്ങിച്ചോളൂ, 2 വേണ്ടത് വരും. അത് വേറെ സുഖമായി. നിലത്തൊന്നും ഇരുന്നിട്ട് ഊറ്റണ്ട, തീ കത്തിക്കണ്ട. വെളിച്ചെണ്ണ ഒഴിക്കുന്നു കേട്ടാ, മതി. ഇത് ഊറ്റിക്കുകയാണെങ്കിൽ എന്താ വെച്ചാൽ പുക തട്ടണ്ട വെച്ചിട്ടാ ഞാൻ വിളിക്കുന്നോ. മിക്ക സാധനം വേണ്ട. ഞാനേ ഇത് വാങ്ങിച്ചോണെന്ന് അപ്പനെ ഞാൻ ചേട്ടനോട് ചോദിച്ചതാ. 2 വാങ്ങിക്കായിരുന്നില്ല ചേട്ടാ. അപ്പം എന്തിനത് 2 ആവശ്യം? നിനക്ക് മാത്രമേ വേണ്ട, എനിക്ക് വേണ്ടെന്ന് പറഞ്ഞു. അതുകൊണ്ടാണ് ഞാൻ എണീറ്റപ്പോൾ അതും കൊണ്ട് പോകുന്നത്. ഒരു വിരോധമല്ലേ ഇങ്ങനെ നിലത്തിരിക്കുന്ന സുഖം. ഇതിന് എരിവ് ഭയങ്കര കൂടുതലായതുകൊണ്ട് ഇത്തിരി ഇടണുള്ളൂ കേട്ടാ. എന്തിൻ്റെയോ കുത്ത് വരുന്നു. ഈ ചുമയാണ് ഈ പണ്ട്, അല്ല ഈ ചുമയല്ല, ഇതിൻ്റെ മണമുണ്ടല്ലോ, ഇതാണ് പണ്ട് വീടുകളിലത്തെ മുഖമുദ്ര. എൻ്റെ വീട്ടിലെ ഗ്രാമപ്രദേശം ഈ പണ്ടൊക്കെയും വെളിച്ചെണ്ണയൊക്കെ വെറുതെ അങ്ങനെ കാണിക്കല്ലോ. വലിയൊരു കുടുംബത്തിന് 250 വെളിച്ചെണ്ണ വാങ്ങിച്ചു കഴിഞ്ഞാൽ ഒരാഴ്ചയിലേക്ക് എത്തിക്കണം. 50 വെളിച്ചെണ്ണ വാങ്ങിച്ചാ അപ്പോ 50 മില്ലിട്ടാ 50 വെളിച്ചെണ്ണ കൊണ്ട് ഒരാഴ്ചയൊക്കെ എത്തിക്കേണ്ടി വരും. അപ്പോൾ ഒരു തുള്ളി വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ഇങ്ങനെ കാച്ചുമ്പോൾ ചുമച്ചും തുമ്മിയും പരുവവും മിളകൊക്കെ കരിയണം മണക്കം വന്നിട്ട്. അപ്പോൾ ഞാൻ മുന്നേ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് തോന്നുന്നുണ്ട് കേട്ടാ. അപ്പോൾ അമ്മ കൂട്ടാൻ കാച്ചുമ്പോൾ ഇതിൻ്റെ മണം വന്നിട്ട് തുമ്മും. അപ്പോൾ തുമ്മുമ്പോൾ ഇങ്ങനെ നീങ്ങിപ്പോയിട്ടാവട്ടെ തുമ്മി ഉണ്ടാവുക. അമ്മാമ്മ വേറെ സ്ഥലത്ത് അവരിക്കുണ്ടാവും. അപ്പം അച്ഛൻ അടുക്കളയിൽ നിന്ന് കാണുന്നുണ്ടാവട്ടെ അമ്മ തുമ്മണത്. അപ്പം അമ്മാമ്മേടെ അടുത്ത് പോയിരുന്നിട്ട് ചെന്നിട്ട് പറയും, എന്തൊട്ട് പണിയാണ് കാണിച്ച ശ്രീദേവിയെ, ആ കൂട്ടാനിലേക്ക് തുമ്മി, ഇനി ആ കൂട്ടാൻ കഴിക്കാൻ പറ്റുമോ അത് എന്നൊക്കെ പറയും. അതോടുകൂടി ആ അമ്മാവയ്ക്ക് പിന്നെ അറപ്പാവും. അമ്മാവ് പിന്നെ കൂട്ടാൻ കഴിക്കില്ല, അമ്മാവ തുടങ്ങും ചീത്ത. അങ്ങനെ ഒക്കെ അച്ഛനൊരാനന്ദം കണ്ടെത്തി തുടങ്ങും. അച്ഛൻ്റെ കഴിക്കാൻ പറ്റിയില്ല. ഇങ്ങനെ ഓരോന്ന് പറയും അച്ഛൻ. തുന്തുരു വന്നപ്പോൾ എല്ലാവരും തുന്തുരു ഭയങ്കര പാവം, എൻ്റെ പൊട്ട സ്വഭാവം, തുന്തുരുവിൻ്റെ നല്ല സ്വഭാവം എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ കമൻസ് ഉണ്ട് ഞങ്ങളെ കമ്പയർ ചെയ്തിട്ട്. ഇതെന്തോ മിസ്റ്റേക്ക് പറ്റിയിട്ടുണ്ടല്ലോ, ഇവർ 2 പേരെയും സ്വഭാവം ഇങ്ങനെയല്ല. തുന്തുരു ചിരിക്കാൻ മാത്രമേ അറിയുള്ളൂ, ഭയങ്കര സൗമ്യന. ശരിയാണ് കേട്ടോ, അവൻ ഭയങ്കര ശാന്തശീലന. അവനെ ദേഷ്യം വന്നിട്ട് ഞാൻ കണ്ടിട്ടില്ല എൻ്റെ ഈ ജീവിതത്തിനിടയ്ക്ക്. അങ്ങനെയവൻ അങ്ങനത്തെ ഒരു സ്പെഷ്യൽ ക്യാരക്ടറാണ്, ഒരു പച്ചപ്പാവെന്ന് പറയില്ല. അതുപോലെ ചക്കരോട് വെച്ചാലും കൂടുതൽ ഡീറ്റെയിൽസ് അറിയാട്ടോ. പക്ഷേ 21 വയസ്സിലല്ല എൻ്റെ കല്യാണം കഴിഞ്ഞത്. 21 വയസ്സ് വരെ ഞങ്ങൾ ഒരുമിച്ച് ജീവിച്ചതല്ല.
ഞാനും അവനും തമ്മിൽ ഒരു 6 വയസ്സോളം വ്യത്യാസമുണ്ട്. പക്ഷെ ഞങ്ങൾ തമ്മിൽ തല്ലൂടോ അങ്ങനെയൊന്നും ഉണ്ടായിട്ടില്ല. ഒരു വഴക്കുകളും ഉണ്ടായിട്ടില്ല ഇന്നേ വരെ. ദേഷ്യപ്പെടേ അങ്ങനെയൊന്നും ഉണ്ടായിട്ടില്ല. എൻ്റെ നേരെ തിരിച്ച സ്വഭാവം. എനിക്ക് വേഗം ദേഷ്യം വരും. ദേഷ്യം വന്ന പോലെ തന്നെ പോവും. അവനമ്മയുടെ സ്വഭാവം എനിക്ക് അച്ഛൻ്റെ സ്വഭാവം തോന്നുന്നു കിട്ടിയാണത്. ആ വേപ്പിൻ്റെ ഇല ഇടാം. നല്ല മണം. ഉപ്പ് നോക്കിയാലേ ഉപ്പയിലുണ്ട്. അത് കാരണം ഇനി നാളികേരൊക്കെ ഇട്ടാൽ ഉപ്പ് വേണ്ട. കുഴപ്പമില്ല, പാകം. നാളികേരം ഇടാട്ടാ. തിരുവനന്തപുരം അധികമാവോ നാളികേരം? ഏയ് അതിൽ മുങ്ങിപ്പോവും. ഈ സാധനം ഒരു 2 പിടിക്കുള്ളോ 2 വായിക്കുള്ളോ കുഴയും. കൈ തരിക്കുന്ന ചോറിന. ഇങ്ങോട്ടൊക്കെ മാന്തൾ വറക്കണോ ചേട്ടന്? നേരില്ല. നമ്മുടെ മീൻ വിൽക്കണേൻ്റെ അവിടെ പോയിപ്പോൾ നല്ല മാന്തൾ കണ്ടപ്പോൾ വാങ്ങിയോണമെന്നുണ്ടായിരുന്നു ചേട്ടൻ. അപ്പോൾ കുറേ നാളായിട്ട് ഉണക്കമീനൊന്നും ഉണ്ടായിരുന്നില്ല വീട്ടിൽ. നമ്മൾ വാങ്ങിക്കാറില്ല. വാങ്ങിച്ച ഉണക്കമീൻ ഉപയോഗിക്കാറേ ഇല്ല. അപ്പോൾ അത് ഉപ്പിട്ട് വെച്ചിട്ടുണ്ട് ഫ്രിഡ്ജിൽ. ഇനി അതുപോലെ ചെമ്മീൻ കഴിഞ്ഞ വർഷമല്ല നമ്മൾ ഉണ്ടാക്കി വെച്ച ഉണക്ക ചെമ്മീൻ, അത് കഴിഞ്ഞു. ഇടയ്ക്ക് ചമ്മന്തിക്ക് ഉണ്ടാക്കി കഴിഞ്ഞു. ഇനി ചെമ്മീൻ അതുപോലെ ചെറുത് കിട്ടി കഴിഞ്ഞാൽ വാങ്ങിച്ചോളൂട്ടാ. ഇപ്പം നല്ല വെയിലായ കാരണം ഉണക്കി വെക്കാം. ചെറുതായിട്ടൊന്ന് ഇതാണ്, ചെറുതായിട്ടൊന്ന് അതിലത്തെ വെള്ളത്തിന്റെ അംശം ഒന്ന് പോട്ടെ. സുഖായി അതന്നെ. അല്ലെങ്കിൽ നിലത്തിരുന്നിട്ട് ഇത് മേരിക്കണ കാരനാണോ പുക വരാത്ത മോത്തേക്ക്? ഹൈറ്റ് ചിലപ്പോ അതിലേ കൂട്ടാൻ കൊള്ളില്ല. ഈ ചീഞ്ചട്ടിയിൽ കൊള്ളും പക്ഷെ ഇളക്കാൻ പറ്റില്ല എന്ന് തോന്നുന്നു. ഇളക്കൽ വേണേ ഞാൻ ചെയ്യാം. ഓക്കെ. കൂട്ടാൻ ചോറ് 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 കുറച്ച് ചോറിട്ടുള്ളൂ ചേട്ടാ, ചൂടാറാൻ വേണ്ടിട്ടാ. നീ ഇതൊരു കഞ്ഞിയാ? നീ കഞ്ഞി കഞ്ഞി കൂടി സാധനം ഞാൻ കഞ്ഞി കുടിച്ചോളാം, ചേട്ടൻ കഴിക്കും. പിന്നെ ഞാൻ അല്ല നീ ഊറ്റിയെടുത്തോ, ചൂടാറുണ്ടേ. ഇതൊരു കൂട്ടാൻ എനിക്ക് സൈഡിലേക്ക് ഇട്ടുന്നുട്ടാ. പിന്നെ കടച്ച കൂട്ടാൻ്റെ കടച്ചൊക്കെ ഇടിച്ച കൂട്ടാൻ്റെ ടേസ്റ്റ് പിന്നെ പറയണ്ടല്ലോ. ചൂടിന് ഭയങ്കര ചൂടാ. ഞാൻ പോയി കുളിച്ചു. കുളിതിന്റെ മുന്നേ കഴിഞ്ഞതാ. കുളിക്കാണ്ട് ഒരു രസം ഉണ്ടാവില്ല ഭക്ഷണം കഴിക്കാൻ. അങ്ങനെയില്ലേട്ടാ ഇപ്പൊ അങ്ങനെ ശരി. അതെ, കുളിക്കാണ്ട് ഭക്ഷണം കഴിക്കണ സമയത്ത് പറയും എനിക്ക് ഇനി ഇത് കഴിഞ്ഞിട്ട് കുറെ പണികൾ എടുക്കാനുള്ളതാണ്, അപ്പൊ പിന്നെ കുളിച്ചു കഴിഞ്ഞാൽ ശരിയാവില്ല എന്ന് പറയും. അങ്ങനെയുള്ള ദിവസം എന്നിട്ട് ഭക്ഷണം കഴിച്ചിട്ട് ഒരു പണിയിട്ട് എടുക്കാറുമില്ല. കുറച്ച് കഴിയുമ്പോൾ പോയിട്ട് കുളിക്കും. അല്ല ഇപ്പൊ എന്താ ഇതേ വായിലിട്ടാ അലിഞ്ഞു പോവും. ഉരുളവാ എനിക്കിങ്ങനെ ഇങ്ങനെ ഒരു ചോറുള്ള വെച്ച് വന്നത് മറ്റേ ജഗദീഷിന്റെ സിനിമയില്ലേ ഇല്ലേ പാപ്പന, ജഗദീഷിന്റെ സിനിമയില്ലേ ആനപ്പാപ്പാനായിട്ട് വരുന്നത്. അതില് പ്രേംകുമാറിന്റെ വായിലാണ്ട് കോഴി കുത്തിയിട്ട് കുത്തി വെച്ച് കൊടുക്കില്ലേ ഈ ചോറ്. അതാനിയം ബാവ ചേട്ടൻ ബാവല്ലേ ജയറാം എല്ലാം കൂടി കൂട്ടി വെച്ചിട്ട് മീന വന്നിട്ട് വേണമെന്ന് ചോദിച്ചാ ഞാൻ തന്നില്ലേ, നാളാവില്ലേ വല്ലവരും എച്ചില് തിന്നാൻ അല്ലേ. ഇതിലൂല്ലേ ഗജരാജമന്ത്രല്ലേ ചേട്ടൻ പറഞ്ഞോളാം. അതിൽ അങ്ങനത്തെ ഒരു സീൻ ഉണ്ടാവും, എനിക്ക് ഓർമ്മയില്ല. ചോറുണ്ടാ മതിയില്ലേ, ചോറ രസം തോന്നുന്നുണ്ട്. ചോറിന് രസം. കഞ്ഞി താങ്കൾ കുടിച്ചോളൂ. കൂട്ടാനാട്ടാ എന്താ കഴിച്ചോ? എന്തിട്ട് ശരിയാന്ന്? ശരിയാന്നല്ല ശരിയാന്ന്. അപ്പൊ നിർത്താടാ നമുക്ക്. ഇനി ചാറിലേക്ക് ചോറ് കൊടുക്കണം. ഈ കോഴിമുട്ട ചോറില് കോഴിമുട്ട മിക്സ് ചെയ്തിട്ട് കൊടുക്കണം. കൊത്തി പൊരിച്ചിട്ട് ചോറ് കൊടുക്കാം. അപ്പൊ നിർത്താം. അപ്പൊ ഭയങ്കരമായ നല്ല ഒരു ദിവസമായി അല്ലേ. അപ്പൊ ശരി. അപ്പൊ അടുത്ത വഴിയിട്ട് കാണുന്നവരെ നന്ദി, നമസ്കാരം.